ഷറഫുദ്ദീൻ നായകനായിട്ടുള്ള പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഒരുപാട് സംസാരിക്കാനുണ്ട് എന്ന് ഞാൻ പറയില്ല. വളരെ ചെറുതായിട്ട് പറയാൻ പറ്റുന്ന ഒരു സാധനമാണ് ഒരു ഫൺ എന്റർടൈനർ. നമ്മൾ ഇത്തരത്തിലുള്ള ഒരു എന്റർടൈനറൊക്കെ വളരെ നേരത്തെ കണ്ടിട്ടുണ്ട്. അതിലൊരു എന്താ പറയുക, ഒരു ഫോളോ അപ്പ് എന്ന തരത്തിൽ കുറച്ച് കാലങ്ങൾക്ക് ശേഷം വന്നിട്ടുള്ള സിനിമയാണ്. ആക്ച്വലി നമ്മുടെ ഹലോ മമ്മി എന്ന് പറയുന്ന സിനിമയൊക്കെ ആയിട്ട് കുറച്ച് എന്താ പറയുക, ആ ഒരു തരത്തിലുള്ള ഒരു കോമഡി, അതായത് ഒരു ലോജിക്കും ഇല്ലാത്ത കോമഡി, ഭയങ്കര സ്ലാപ്സ്റ്റിക് പരിപാടി, ഇതൊക്കെയാണ് ഈ സിനിമയുടെ മെയിൻ ആയിട്ടൊരു പരിപാടി. പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും പട്ടിയെയോ പൂച്ചയെയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മൃഗങ്ങളെ ഡിറ്റക്റ്റീവ് ആണല്ലോ, അപ്പോൾ എന്തായാലും അങ്ങനെ എന്തെങ്കിലും അന്വേഷിക്കുന്ന പരിപാടിയാണെന്ന് നിങ്ങൾ വിചാരിക്കുമായിരിക്കും. പക്ഷെ അന്വേഷിക്കുന്നുണ്ട്. ബട്ട് ദെൻ ഇത് കുറച്ച് കൂടിയ അന്വേഷണമാണ്. ഇത് അതൊക്കെ മേലെ എന്നൊക്കെ പറയുന്ന തരത്തിലുള്ളൊരു അന്വേഷണമാണ് മെയിനായിട്ട് നടക്കുന്നത്. അപ്പം എന്തായാലും ഈ സിനിമയുടെ കഥ എന്ന് പറയുമ്പോൾ നമ്മുടെ എറണാകുളം സിറ്റി അവിടെ നടക്കുന്ന ഒരു പരിപാടിയൊക്കെ തന്നെയാണ്. ഇതിൽ വിജയരാഘവൻ ചെയ്തിരിക്കുന്ന ഒരു കഥാപാത്രം ഭയങ്കര രസകരമായിട്ടൊരു കഥാപാത്രമാണ്. അതുപോലെ തന്നെ നമ്മുടെ രഞ്ജി പണിക്കർ, പുള്ളി നമ്മുടെ ഷറഫുദ്ദീൻ ചെയ്ത ക്യാരക്ടറിന്റെ ഫാദറായിട്ടാണ് ചെയ്യുന്നത്. ഇവര് ഇന്റർനാഷണൽ ലെവലിലൊക്കെ പല പല പരിപാടികളും ചെയ്തിട്ടുള്ള ആൾക്കാരാണ്, പറയുന്നില്ല, പറഞ്ഞത് സ്പോയിലർ. അപ്പൊ ഇങ്ങനെയൊക്കെ വളരെ രസകരമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളൊരു സിനിമയാണ് നമ്മുടെ ഈ പറയുന്ന പെറ്റ് ഡിറ്റക്റ്റീവ്. ഫുൾ ഫൺ എന്റർടൈനർ. ഫൺ എന്ന് പറഞ്ഞാൽ ഫുൾ ഫൺ. അതായത് ലോജിക് ഇല്ല, ഒന്നുമില്ല. യു ഹാവ് ടു പുട്ട് യുവർ ബ്രെയിൻസ് ഔട്ട്സൈഡ് ദ തിയേറ്റർ. അതായത് തലച്ചോറൊന്നും യു കാൺ യൂസ് ഇറ്റ് ബിക്കോസ് ഇറ്റ് ഇസ് സ്ലാപ്സ്റ്റിക് കോമഡി. ജോമോൻ ജോർജറും ഷറഫുദ്ദീനും അനുപമ പരമേശ്വരൻ എല്ലാവരും കൂടിയും അടങ്ങുന്ന ഒരു പരിപാടി. മൊത്തത്തിൽ ഒരു ഒരു കാറ്റ് ആൻഡ് മൗസ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു തരത്തിലുള്ള ഒരു കാറ്റ് ആൻഡ് മൗസ് ഗെയിം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മെയിൻ ആയിട്ട് ഉള്ളൊരു പരിപാടികളാണ് സിനിമയിലുള്ളത്. ഭയങ്കര ഒരു ക്ലൈമാക്സ്, ഒരു 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 ഐ തിങ്ക് ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ 20 മിനിറ്റ്സ് 25 മിനിറ്റ്സ് നല്ല രസകരമായിട്ടൊരു സീൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെയാണ് സിനിമയുടെ മെയിൻ ആയിട്ടൊരു ഹൈലൈറ്റ്, ആൾക്കാരെ പിടിച്ചിരുന്നത്. കുറെ കഥകളുണ്ട് കേട്ടോ സിനിമയിൽ. അതായത് കുറെ പ്ലോട്ട്സ് ഉണ്ട്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്ലോട്ട്സ് ഉണ്ട്. പക്ഷെ അതൊക്കെ എല്ലാം എല്ലാം ചില ചില ഇതൊക്കെ കുറച്ച് ചെറിയൊരു എന്താ പറയാ, അത്ര ഒരു വർക്കായിട്ടില്ല. ബട്ട് ദെൻ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ഇതൊരു തമാശ അല്ലെങ്കിൽ ഹിലേറിയസ് സീൻസ് എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതൊക്കെ കവർ ചെയ്ത് പോകും. കാരണം വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നുമില്ല നമുക്ക് സിനിമ കാണുമ്പോൾ. ചിരിക്കാനാണ് ഇതിന്റെ മേക്കേഴ്സ് ആയിട്ടുള്ള പ്രണീഷ് വിജയൻ എന്ന് പറയുന്ന ഡെബ്യൂ ഡയറക്ടർ. പുള്ളിയുടെ മെയിൻ ആയിട്ടുള്ള ഒരു മോട്ടീവ് ഇസ് ടു മേക്ക് പീപ്പിൾ ലാഫ് ആൻഡ് ഹി ഹാസ് വൺ ഇൻ ദാറ്റ്. അതാണ് പറയാനുള്ളത്. എന്തായാലും ഭയങ്കര രസകരമായിട്ടുള്ളൊരു സിനിമയാണ്. രസകരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്രെയിൻ ഔട്ട്സൈഡ് തിയേറ്റർ, ഗെറ്റ് ഇൻസൈഡ് ആൻഡ് വാച്ച് ഇറ്റ്. അപ്പോൾ സൂപ്പറായിട്ട് ഇരിക്കും. അതായത് അത്രയും ഒരു എൻജോയ്. ഐ മീൻ ഐ എം ജസ്റ്റ് ടെലിംഗ് ഫ്രം മൈ പോയിന്റ് ഓഫ് വ്യൂ. ഇറ്റ് ഇസ് നോട്ട്, ഐ എം നോട്ട് സെയിങ് ദാറ്റ് എവറിബഡി വിൽ ഫീൽ ദ സെയിം. കുറച്ച് ഭയങ്കര സീരിയസ് ആയിട്ട് സിനിമ കാണുന്ന ആൾക്കാർക്ക് ഇഷ്ടമാണെന്നില്ല. ബട്ട് ദെൻ ഇറ്റ് ഇസ് ടു ദം if they have to like it or not. But then for me it was a very good entertainer. Even performances, I mean നമ്മുടെ ഷറഫുദ്ദീനെ ആണെങ്കിലും വിനയ് ഫോർട്ട്, അനുപമ പരമേശ്വരൻ, ജോമോൻ ജോർജർ, ഇവരെ ഭയങ്കര രസകരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് സിനിമയിൽ. അപ്പം എന്തായാലും ഒരു ഔട്ട് ആൻഡ് ഔട്ട് എന്റർടൈനർ ആണ്. ഈ പറയുന്ന ഒരു ദിവാലി സീസണിൽ ഇറങ്ങിയിട്ടൊരു മലയാള പടമാണ്. അപ്പോൾ ഒരു സൂപ്പർ പടം.